യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഔട്ട്റീച്ച് സെൽ ചുമതലയിൽ നിന്ന് നീക്കിയതിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച ചാണ്ടി ഉമ്മൻ പിതാവിന്റെ ഓർമ്മ ദിവസമാണ് തന്നെ പുറത്താക്കിയത്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ അബിൻ വർക്കിയുടെ അഭിപ്രായം പരിഗണിക്കണമായിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. രണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. അബിൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണം തീരുമാനമെടുക്കാൻ. പക്ഷേ തീരുമാനമെടുത്തു. പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. പാർട്ടിയുടെ തീരുമാനം ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു. വളരെ വികാരഭരിതമായ പ്രകടനമാണ് ചാണ്ടി ഉമ്മൻ നടത്തുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാണ്ട് വിഷമിപ്പിച്ച് കാണും ഈ തീരുമാനം. ലാൽകൃഷ്ണൻ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യും. ലാൽകൃഷ്ണൻ പറയൂ. SKN ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കേണ്ടതാണ്, അത് അംഗീകരിക്കുക തന്നെ ചെയ്യണം എന്ന് പറയുമ്പോഴും അപമാനിച്ചിറക്കി വിടുന്നതിന് തുല്യമാണ് ചില തീരുമാനങ്ങൾ എന്ന കാര്യം കൂടിയാണ് നിലവിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. അത് അബിൻ വർക്കിയുടെ കാര്യത്തിലാണെങ്കിലും ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിലാണെങ്കിലും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായതെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുന്നതിനിടയിലാണ് ചാണ്ടി ഉമ്മനെ തന്നെ ഈ ദേശീയ ഔട്ട്റീച്ച് സെല്ലിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയ കാര്യം അറിയുന്നത്. ആ വിഷയം അദ്ദേഹത്തോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ എന്തിനാണ് ഇത്തരം ചില തീരുമാനങ്ങൾ എടുത്തത് എന്ന് തനിക്ക് അറിയില്ല എന്ന് പറയുന്നതിനോടൊപ്പം അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ തീരുമാനങ്ങൾ എടുത്തതിന് പിന്നിലുള്ള ആളുകളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അത് അബിൻ വർക്കിയുടെ കാര്യത്തിലാണെങ്കിലും ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിലാണെങ്കിലും തീരുമാനമെടുത്തവരെക്കുറിച്ചും അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും കൃത്യമായി തന്നെ തനിക്ക് ധാരണയുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുമുണ്ട്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കൂടുതൽ വിഴുപ്പലക്കലിന് താൻ പോകുന്നില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. വളരെ മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അതിന് പരിഗണന കിട്ടാതെ പോകുന്നത് വലിയ അപമാനകരമായ കാര്യം തന്നെയാണ്. പാർട്ടിയിൽ നിന്ന് അപമാനിച്ചിറക്കി വിടുന്നതിന് തുല്യമാണ് എന്ന രീതിയിലാണ് നിലവിൽ ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. വളരെ വൈകാരികമായി തന്നെ ഈ വിഷയത്തോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അത് അബിൻ വർക്കിയുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങി ചാണ്ടി ഉമ്മൻ്റെ വിഷയത്തിലേക്ക് വരെ എത്തി നിന്ന പ്രശ്നങ്ങളായിട്ടാണ് അദ്ദേഹം എടുത്തു കാണിക്കുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.